നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൽമാൻ രാജാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. ഹരിപ്പാട് കൂട്ടായ്മ മസ്കത്ത് കുടുംബസംഗമം. ബാച്ചിലർ താമസ കേന്ദ്രങ്ങൾക്കെതിരെ കടുത്ത നടപടികളുമായി കുവൈറ്റ്. 7 വീടുകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു. ഗാസയിൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ പണിയണമെന്ന ഇസ്രായേൽ മന്ത്രി ശക്തമായി അപലപിച്ച ഖത്തർ. 105 പുതിയ എയർബസ് ജെറ്റുകൾക്ക് സൗദി ഗ്രൂപ്പ് ഓർഡർ നൽകി. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്. സ്വദേശികൾക്ക് ജോലി നൽകാത്ത കമ്പനികൾക്ക് സർക്കാർ കരാറുകളുമില്ല. സ്വദേശിവൽക്കരണം ശക്തമാക്കാനൊരുങ്ങി ബഹ്റൈൻ. മൗറീഷ്യസ് സർക്കാർ യുഎയിലെ മലയാളി ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ ഒരു സംരംഭക സംഗമം ദുബായിൽ സംഘടിപ്പിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. സൽമാൻ രാജാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന ശരീര താപനിലയും സന്ധിവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാജാവ് ഞായറാഴ്ച മുതൽ കൊട്ടാരത്തിലെ റോയൽ ക്ലിനിക്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാണ്. ശ്വാസകോശത്തിൽ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആന്റിബയോട്ടിക്കുകൾ നൽകി വരുന്നു. അറബ് വിഷയങ്ങൾ, സംയുക്ത പ്രവർത്തന വികസനം, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, അറബ് താൽപര്യങ്ങൾ സംരക്ഷിക്കൽ എന്നിവയിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധത ഊന്നിപ്പറയുന്ന കൗൺസിൽ ഓഫ് അറബ് രാജ്യങ്ങളുടെ സമ്മേളന ഫലങ്ങളെക്കുറിച്ചും കിരീടാവകാശി കൗൺസിലിൽ വിശദീകരിച്ചു. സമീപകാല പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പ്രാദേശിക രാജ്യാന്തര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ എന്നിവ കൗൺസിലിൽ ചർച്ച ചെയ്തതായി ഇൻഫർമേഷൻ മന്ത്രി സൽമാൻ ബിൻ യൂസഫ് അൽ ദോസരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ഹരിപ്പാട് കൂട്ടായ്മ മസ്കത്ത് കുടുംബസംഗമം. മസ്കറ്റിൽ ഹരിപ്പാട് കൂട്ടായ്മ ഈസ്റ്റർ, ഈദ്, വിഷു ആഘോഷവും കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും സംയുക്തമായി നടത്തി. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർഷിക പൊതുയോഗത്തിൽ 2024-25 വർഷത്തേക്കുള്ള 32 അംഗ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. രാജൻ ചെറുമനശ്ശേരിയിൽ രക്ഷാധികാരി, സാബു പരിപ്രയിൽ പ്രസിഡന്റ്, രാജേഷ് നായർ വൈസ് പ്രസിഡന്റ്, അനിൽ ലക്ഷ്മണൻ സെക്രട്ടറി, ഉമേഷ് കരുവാറ്റ ജോയിന്റ് സെക്രട്ടറി, സജി ജോർജ് ട്രഷറർ, വിജയ് മാധവ് പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രേംജിത്ത് IT സെക്രട്ടറി, അരുൺ നാരായണൻ IT ജോയിന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിലവിൽ വന്നത്. 11 വർഷം പൂർത്തിയാക്കുന്ന സംഘടന ഈ വർഷവും ഒമാനിലെ പ്രവാസി സമൂഹത്തിലും കേരളത്തിലുമായി വിവിധ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ബാച്ചിലർ താമസ കേന്ദ്രങ്ങൾക്കെതിരെ കടുത്ത നടപടികളുമായി കുവൈറ്റ്. 7 വീടുകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു. കുവൈറ്റ് സിറ്റിയിൽ കുടുംബങ്ങൾ താമസിക്കുന്ന റെസിഡൻസ് ഏരിയകളിലെ പ്രവാസി ബാച്ചിലർ താമസ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി കുവൈറ്റ് ഭരണകൂടം. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി മുനിസിപ്പാലിറ്റി അധികൃതർ നടത്തിയ പരിശോധനകളിൽ ഇത്തരം നിരവധി വീടുകൾ കണ്ടെത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹവല്ലി ഗവർണറേറ്റിലെ എഞ്ചിനീയറിംഗ് ഓഡിറ്റ് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിൽ നിന്നുള്ള സൂപ്പർവൈസറി ടീമുകൾ നടത്തിയ പരിശോധനകളിലാണ് നിയമവിരുദ്ധമായി കുടുംബ താമസ കേന്ദ്രങ്ങളിൽ പ്രവാസി ബാച്ചിലർമാർ കൂട്ടമായി താമസിക്കുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തിയതെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സ്ഥിരീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയം, സിവിൽ ഇൻഫർമേഷൻ പബ്ലിക് അതോറിറ്റി എന്നിവയുൾപ്പെടെ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നവയാണ് പരിശോധനാ ടീമുകൾ. മറ്റ് ഗവർണറേറ്റുകളിലും സമാനമായ പരിശോധനകൾ നടന്നുവരികയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റെസിഡൻഷ്യൽ ഏരിയകളിൽ അവിവാഹിതർ താമസിക്കുന്ന ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിക്കാൻ ഭരണകൂടം പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. അവിവാഹിതരെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ അത്തരം സഹകരണം സഹായിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈറ്റ്. ഗാസയിൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ പണിയണമെന്ന ഇസ്രായേൽ മന്ത്രി ശക്തമായി അപലപിച്ച ഖത്തർ.
ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ പണിയാനും ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തടയാനും ആഹ്വാനം ചെയ്ത ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ-ഗ്വിറിന്റെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ച ഖത്തർ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രി നടത്തിയ പ്രസ്താവന പലസ്തീനിൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടുതൽ വിപുലീകരിക്കുകയും പലസ്തീൻ ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുകയും ചെയ്യാൻ ലക്ഷ്യമിടുന്ന ഇസ്രായേൽ നയത്തെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ഇസ്രായേലിന്റെ തുടർച്ചയായ അവഗണനയും അവയുടെ ലംഘനവും സമാധാനത്തിനുള്ള സാധ്യതകളെ തുരങ്കം വയ്ക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗാസ മുനമ്പിലെ എല്ലാ മേഖലകളിലേക്കും തടസ്സങ്ങളില്ലാതെ സുരക്ഷിതവും സുസ്ഥിരവുമായ മാനുഷിക സഹായം ഉറപ്പാക്കാനും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സിവിലിയന്മാർക്ക് എതിരായ കൂടുതൽ അതിക്രമങ്ങളും ഭീകരതയും ഒഴിവാക്കുന്നതിനും ഈ നിർണായക സമയത്ത് അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ, ഖത്തർ. 105 പുതിയ എയർബസ് ജെറ്റുകൾക്ക് സൗദി ഗ്രൂപ്പ് ഓർഡർ നൽകി. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്. സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയയുടെയും അതിന്റെ ബജറ്റ് കാരിയറായ ഫ്ലൈ അദീലിന്റെയും മാതൃകമ്പനിയായ സൗദിയ ഗ്രൂപ്പ് പുതിയ എയർബസ് ജെറ്റുകൾ വാങ്ങാനൊരുങ്ങുന്നു. ആദ്യ പടിയെന്നോണം 105 പുതിയ എയർബസ് ജെറ്റുകൾക്ക് സൗദിയ ഗ്രൂപ്പ് ഓർഡർ നൽകിയിട്ടുണ്ട്. 2030ഓടെ 150 ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സൗദി അറേബ്യ പദ്ധതിയിടുന്നുണ്ട്. 180ലധികം പുതിയ വിമാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും എന്നാൽ 2032 മുൻപ് ഡെലിവറി ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിക്ക് സാധിക്കാത്തതിനാലാണ് എണ്ണം കുറച്ചതെന്നും സൗദി എയർലൈൻസ് വക്താവ് അബ്ദുള്ള അൽ ഷഹ്റാനി പറഞ്ഞു. 180 മുതൽ 230 വരെ സീറ്റുകളുള്ള A321 നിയോസ് എന്ന ഒറ്റ ഇടനാഴി വിമാനത്തിൽ ഉയർന്ന ഇന്ധനക്ഷമതയുള്ള എഞ്ചിനുകളാണ് ഉള്ളത്. ഇത് എയർലൈനുകളെ പ്രവർത്തന ചെലവിൽ പണം ലാഭിക്കാൻ സഹായിക്കുന്നു. നിലവിൽ സൗദിയയ്ക്കും ഫ്ലൈ അദീലിനും 170ലധികം എയർബസ്, ബോയിംഗ് വിമാനങ്ങളാണ് ഉള്ളത്. ലോകമെമ്പാടുമുള്ള 100ലധികം വിമാനത്താവളങ്ങളിലേക്കാണ് ഇവ സർവീസ് നടത്തുന്നത്. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളുടെ ഫലമായാണ് വിനോദസഞ്ചാര മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾ ഭരണകൂടം കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ, സൗദി അറേബ്യ. സ്വദേശികൾക്ക് ജോലി നൽകാത്ത കമ്പനികൾക്ക് സർക്കാർ കരാറുകളുമില്ല. സ്വദേശിവൽക്കരണം ശക്തമാക്കാനൊരുങ്ങി ബഹ്റൈൻ. സ്വദേശികൾക്ക് ജോലി നൽകാത്ത കമ്പനികൾക്ക് സർക്കാർ കരാറുകളുമില്ല. സ്വദേശിവൽക്കരണം ശക്തമാക്കാൻ ഒരുങ്ങി ബഹ്റൈൻ. രാജ്യത്തെ യുവാക്കൾക്ക് മികച്ച ജോലി ലഭ്യമാക്കുന്ന കാര്യത്തിൽ ബഹ്റൈൻ ഭരണകൂടത്തിനുള്ള പ്രതിബദ്ധതയ്ക്ക് തെളിവാണിതെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ രാജ്യത്തെ പൗരന്മാർക്ക് മാന്യമായ ജോലികൾ നേടിക്കൊടുക്കാൻ സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കുമെന്ന് ബഹ്റൈൻ. പൗരന്മാരെ ജോലിക്ക് നിയമിക്കുന്നതിലൂടെ സ്വകാര്യ സ്ഥാപന ഉടമകൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാവുന്നത് ഒഴിവാക്കുന്നതിനായി പുതിയ പദ്ധതി. സ്വദേശിവൽക്കരണത്തിന്റെ തോത് കൃത്യമായി പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്നാലെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കാൻ ബഹ്റൈനും. സ്വദേശിവൽക്കരണത്തിലൂടെ രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ രാജ്യത്തെ പൗരന്മാർക്ക് മാന്യമായ ജോലികൾ നേടിക്കൊടുക്കാൻ സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കുമെന്ന് ബഹ്റൈൻ ഭരണകൂടം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി സ്വകാര്യ കമ്പനികൾക്ക് നിലവിൽ നിശ്ചയിച്ചു നൽകിയിരിക്കുന്ന സ്വദേശിവൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. ഇതുപ്രകാരം നിശ്ചിത ശതമാനം ജോലികളിൽ സ്വദേശി യുവാക്കൾക്ക് നിയമനം നൽകാത്ത സ്വകാര്യ കമ്പനികളെ സർക്കാർ പദ്ധതികളിലെ കരാറുകൾക്ക് പരിഗണിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർക്കാർ ടെൻഡറുകളിൽ പങ്കെടുത്ത തുക ക്വാട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ബഹ്റൈൻ പൗരന്മാരെ ജോലിക്ക് നിയമിക്കുന്നതിലൂടെ സ്വകാര്യ സ്ഥാപന ഉടമകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നത് ഒഴിവാക്കുന്നതിനായി അവർക്കായി വേജ് സപ്പോർട്ട് പ്രോഗ്രാമും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതുപ്രകാരം പൗരന്മാരെ ജോലിക്കെടുത്ത സ്വകാര്യ സ്ഥാപനങ്ങൾ ആദ്യ വർഷം നൽകേണ്ട ശമ്പളത്തിന്റെ 70%, രണ്ടാം വർഷത്തെ ശമ്പളത്തിന്റെ 50%, മൂന്നാം വർഷത്തിലെ ശമ്പളത്തിന്റെ 30% സബ്സിഡിയായി സർക്കാർ അവർക്ക് നൽകും. സ്വദേശിവൽക്കരണത്തിന്റെ തോത് കൃത്യമായി പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ വ്യക്തമാക്കി.
മൗറീഷ്യസ് സർക്കാർ യുഎയിലെ മലയാളി ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ ഒരു സംരംഭക സംഗമം ദുബായിൽ സംഘടിപ്പിച്ചു. മൗറീഷ്യസ് സാമ്പത്തിക വികസന ബോർഡും മൗറീഷ്യസ് എംബസിയും നേതൃത്വം നൽകിയ പരിപാടിയുടെ ലക്ഷ്യം മൗറീഷ്യസിലും യുഎയിലും IPA അംഗങ്ങളുമായി സംയുക്ത സംരംഭങ്ങൾക്കുള്ള അവസരങ്ങൾ തേടുകയും പുതിയ നെറ്റ്വർക്ക് രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു. നൊവോട്ടൽ WTCയിൽ നടന്ന സംഗമത്തിൽ 40-ലധികം മൗറീഷ്യസ് വ്യവസായ പ്രമുഖരും 90 IPA പ്രതിനിധികളും പങ്കെടുത്തു. മൗറീഷ്യസിന്റെ സാമ്പത്തിക സാധ്യതകളും നിക്ഷേപ അവസരങ്ങളും സംബന്ധിച്ച് മൗറീഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥർ സംഗമത്തിൽ വിശദീകരിച്ചു. IPA അംഗങ്ങൾക്ക് മൗറീഷ്യസിൽ നിക്ഷേപിക്കാനും വ്യാപാരം നടത്താനും സഹായകരമായ വിവരങ്ങളും നൽകി. യുഎയിലെ മൗറീഷ്യസ് അംബാസഡർ HE ഷൗക്കത്ത് അലി സുദൂൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് മൗറീഷ്യസ് ചെയർമാൻ ഹേംരാജ് രാംനിയാൽ, IPA ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട്പാക്ക്, IDB അഡ്വൈസർ അരവിന്ദ് രാധാകൃഷ്ണ, IPA വൈസ് ചെയർമാൻ റിയാസ് കിൽട്ടൺ, മുനീർ അൽ വഫ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി IPA അംഗങ്ങൾക്ക് മൗറീഷ്യൻ വ്യവസായികളുമായി ബിസിനസ് ചർച്ചകൾ നടത്താൻ അവസരം ലഭിച്ചു. ഇരുപക്ഷവും സംയുക്ത സംരംഭങ്ങൾക്കുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. മൗറീഷ്യസിൽ പരസ്പര സഹകരണത്തോടെ IPA സംരംഭകർക്ക് വാണിജ്യ അവസരങ്ങളും സാധ്യതകളും സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് IPA ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട്പാക്ക് പറഞ്ഞു. ഇരുവിഭാഗങ്ങളിലെയും വ്യവസായികൾക്കിടയിൽ പുതിയ വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് ഇത് വഴിയൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുഎയിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.